ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോനെ പൃഥ്വി, എന്റെ മോളെ നീ കൈവിടരുത്. അവളൊരു പാവാ. അവനോടൊന്നും പറയേണ്ട വസുമതി. ഞാൻ പറയുന്നതിനപ്പുറം എന്റെ മോനൊന്നും ചെയ്യില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ വിവാഹം നിർത്തിവെക്കാൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? തുടക്കം മുതലേ ഈ വിവാഹം നമുക്ക് ചേരുന്നതല്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞതല്ലേ. അപ്പോഴേക്കും നിർബന്ധം പൂർണിമയ്ക്കായിരുന്നല്ലോ. നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്താ മഹാദേവ, നിന്റെ മകൻ ഒരു പെണ്ണ് കിട്ടാതെ കിടക്കുകയാണോ? അതെ, ആൺകുട്ടികളുടെ വിവാഹം നിന്നു പോകുന്നതേ വലിയ സംഭവമൊന്നുമല്ല. കുറച്ചു നാളൂടെ കഴിഞ്ഞ് നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി പൃഥ്വിയുടെ വിവാഹം ഭംഗിയായി നടത്താം. ആ, ഞാൻ അതിന് സമ്മതിക്കില്ല. ഓ, ഈ കാര്യത്തിൽ നീ ഇങ്ങനെ വാശി പിടിക്കണോ പൂർണിമ? ഇവർക്കാർക്കും താല്പര്യമില്ലേ, പിന്നെ എന്തിനാണ് ഈ വിവാഹം നടത്തുന്നത്? ഇത് തന്നെയാണോ ചെറിയച്ഛന്റെ അഭിപ്രായം? നീ എന്ത് തീരുമാനിക്കുന്നോ അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിന് പൃഥ്വിയുടെ അമ്മ പൂർണിമയല്ലല്ലോ, ചന്ദ്രമതിയല്ലേ. അപ്പൊ ഇവളല്ലേ അഭിപ്രായം പറയേണ്ടത്? ഈ നിസ്സാര കാര്യത്തിന്റെ പേരിൽ വാശി കാണിച്ച് ഒരു വിവാഹം മുടങ്ങിയാൽ അത് ബാധിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെയല്ലേ. അതുകൂടെ നമ്മൾ ഓർക്കണ്ടേ. നമ്മുടെ വീട്ടിലും പെൺകുട്ടികളുള്ളതല്ലേ. ഇങ്ങനെയൊക്കെ തത്വം പറഞ്ഞ് ന്യായീകരിച്ചിട്ട് കാര്യമുണ്ടോ ചേച്ചി? വിവാഹത്തിന് മുന്നേ അഭിപ്രായ വ്യത്യാസം വന്ന സ്ഥിതിക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഈ കല്യാണം മുടങ്ങുന്നതിന്റെ പേരിൽ എന്റെ മോന് ഒരു ദോഷവും വരില്ലെന്നുള്ളത് ഉറപ്പാ. ഈ കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് പൃഥ്വിയാ. അവൻ അഷിതയെ കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അവന്റെ ഇഷ്ടം മാത്രം നോക്കി നടത്താൻ ഇത് പ്രേമവിവാഹമൊന്നും അല്ലല്ലോ. കാരണവന്മാരെല്ലാരുമായിട്ട് ആലോചിച്ച് നടത്തുന്ന കല്യാണം തന്നെയായത്. അപ്പോ എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞിരിക്കണം. അതെ, ഞങ്ങളെ ആരും അറിയിക്കാതെ നിങ്ങൾ നിശ്ചയം നടത്തിയതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ ഇത് കല്യാണം വരെ എത്തില്ലായിരുന്നു. വാ നാഥുനെ. അവരെത്തിയല്ലോ. ഇനി ഇപ്പൊ കാര്യങ്ങൾ ഇവരെടുത്ത് തന്നെ പറ. അതെ, കൈക്കൂലിക്കാരിയും കൊലപാതകിയുമായിട്ടുള്ള ജയശ്രീയുടെ കുടുംബവുമായിട്ട് ഒരു വിവാഹ ബന്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ജയശ്രീയായിട്ട് എനിക്കോ എന്റെ മക്കൾക്കോ ഒരു ബന്ധവും ഇല്ല. അവരെന്തെങ്കിലും തോന്നിവാസം ചെയ്തതിന് എന്റെ മോളെ ശിക്ഷിക്കരുത്. ബന്ധമില്ലെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. ആ നശിച്ചവള് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർത്ത് അപമാനിതരായി ജീവിക്കുന്നവരാ ഞങ്ങള്. സ്വന്തം കുടുംബത്തിലുള്ള നിങ്ങൾക്ക് ഇത്രയും വെറുപ്പും നാണക്കേടും ഉണ്ടെങ്കിലേ കുടുംബക്കാരായ ഞങ്ങൾക്ക് എത്രമാത്രം ഉണ്ടാവും? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ബന്ധം എടുക്കാൻ പറ്റില്ല. അയ്യോ, എന്താ മോളെ ഇത്? ഈ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരുപാട് സ്വപ്നങ്ങളുമായി കല്യാണത്തിന് ഒരുങ്ങിയിരിക്കുന്ന അഷിമോളോട് ഞങ്ങൾ എന്തു പറയും? മുത്തശ്ശി, പറ മോളെ. നിങ്ങൾ പൂർണിമയോടൊന്നും ചോദിക്കണ്ട. പൃഥ്വി എന്റെ മോനാ. അവന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഞാനാ. നിങ്ങളുടെ ആദ്യ ഭാര്യ കാരണം എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിക്കാൻ പോവാ. എന്തെങ്കിലും ഒന്ന് ചെയ്യാ. കതിർമണ്ഡപം വരെ എത്തിയിട്ട് ഈ വിവാഹം മുടങ്ങിയാൽ എന്റെ മോളുടെ ജീവിതം നശിക്കും. അതിനിടയാക്കരുത്. ഇപ്പോഴെങ്കിലും ഇത് മുടങ്ങിയില്ലെങ്കിലേ നശിക്കാൻ പോകുന്നത് ഞങ്ങളുടെ പയ്യന്റെ ഭാവിയാ. അയ്യോ, അതെ, അത്രയ്ക്കും പ്രാക്ക് ദോഷമുണ്ട് നിങ്ങളുടെ കുടുംബത്തിന്. നിരപരാധിയായ ഒരു പാവം പയ്യനെയല്ലേ ആ ജയശ്രീ കൊന്നത്. അവന്റെ കുടുംബത്തിന്റെ മാത്രമല്ല, ആ നാട്ടുകാരുടെ മുഴുവൻ ശാപവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ദേ, അറിഞ്ഞുകൊണ്ട് പൃഥ്വിയെ ഞങ്ങൾ അതിലേക്ക് തള്ളിവിടില്ല. അങ്ങനെ പറയരുത്. ജയശ്രീ എന്റെ ആദ്യ ഭാര്യയായിരുന്നുവെന്ന് കല്യാണ നിശ്ചയത്തിന് മുന്നേ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. എന്നിട്ട് പിന്നെ ഈ അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? മോനെ പൃഥ്വി, എന്റെ മോളെ നീ കൈവിടരുത്. അവളൊരു പാവാ. അവനോടൊന്നും പറയേണ്ട വസുമതി. ഞാൻ പറയുന്നതിനപ്പുറം എന്റെ മോനൊന്നും ചെയ്യില്ല.
നിനക്കിപ്പോ സന്തോഷായോടി നാശമേ? നിന്റെ അമ്മ കാരണം പാവ ആശയുടെ ജീവിതം തകർന്നു. എല്ലാരും കാല് പിടിച്ചിട്ടായാലും എന്റെ മോളുടെ കല്യാണം നീ നടത്തി തരണം. അല്ലെങ്കിൽ നിന്റെ മുന്നിൽ ഞാനും എന്റെ മോളും മരിച്ചു വീഴും. നിർത്ത് വസുമതി, നീ എന്തിനാ ദുർഗയെ ഉപദ്രവിക്കുന്നേ? ആർക്കും താല്പര്യമില്ലെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? മുത്തശ്ശി, അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു ഇങ്ങനെ പറയാൻ? എന്റെ മോളുടെ ഭാവിക്ക് ഒരു വിലയില്ലേ? നിങ്ങളുടെ ഈ തർക്കമൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. കുറച്ചു മുമ്പ് നിങ്ങൾ പറഞ്ഞല്ലോ ജയശ്രീയായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലെന്ന്. അപ്പൊ ദുർഗയോ? ദുർഗ ജയശ്രീയുടെ മോൾ അല്ലാതെയാവോ? ഓ, അപ്പോ ജയശ്രീയുടെ മോളിവിടെ ഉണ്ടല്ലേ? ഹാ, ഇത് തന്നെയാ ഞങ്ങൾ പറഞ്ഞത്. ദുർഗ ഈ കല്യാണത്തിൽ പങ്കെടുത്താൽ അത് ജയശ്രീ പങ്കെടുക്കുന്നത് പോലെ തന്നെയാണെന്ന്. അതാ പ്രശ്നമെങ്കിൽ ദുർഗ മണ്ഡപത്തിൽ കയറില്ല. ഓ, അതെ, ഈ കല്യാണം നടക്കുന്ന പരിസരത്ത് നിന്ന് ദുർഗയെ മാറ്റി നിർത്താം. എന്താ? അതെ, ഇത് പൃഥ്വിയുടെ ജീവിതമാണ്. ഈ കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് പൃഥ്വിയാണ്. പിന്നെ ഇവന് ഈ വിവാഹം വേണമെന്നാണെങ്കിൽ ഞാനൊരു എതിരഭിപ്രായവും പറയത്തില്ല. മോനെ, നീയാണ് തീരുമാനം പറയേണ്ടത്. നീയും കൂടെ പ്രതീക്ഷയും വാക്കും കൊടുത്ത പെൺകുട്ടിയാണ് അഷിത. നിനക്ക് ഈ വിവാഹം വേണോ വേണ്ടയോ? എനിക്ക് സമ്മതമാണ്. ഇന്ദിരാ ടിവിയിലെ പൂർണിമയുടെ സഹോദരൻ പൃഥ്വിക്ക് എക്സുമായി ബന്ധമുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പൃഥ്വി, നീ എന്ത് മണ്ടത്തിനായി പറയുന്നത്? ഇങ്ങനെ ഒരു നാണം കിട്ട ബന്ധം നമുക്ക് വേണോ? വേറെ ആരെങ്കിലും ചെയ്ത തെറ്റിന് അഷിത എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അഷിതയാണ്. അവൾക്ക് ജയശ്രീയായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ അത് നോക്കിയാ പോരെ? അല്ല മോനെ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ഈ കാര്യത്തിൽ എനിക്കൊന്നും ആലോചിക്കാനില്ല. ഞാൻ കൂടി പ്രതീക്ഷ കൊടുത്തിട്ടാ അഷിത കല്യാണ പെണ്ണായി ഒരുങ്ങി ഇവിടെ എത്തിയിരിക്കുന്നത്.